ഹായ്, നമസ്കാരം. നമ്മുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് മുതൽ +2 ലെവൽ വരെ എല്ലാ പരീക്ഷകൾക്കും പിന്നീട് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാം, ഈവൻ സിവിൽ സർവീസ്, അതായത് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന് പോലും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഗ്രാമറിൻ്റെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ ഒരു ഫോമും അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസുമാണ് ചെക്ക് ചെയ്തത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രാമറിൻ്റെ പോർഷൻസും മറക്കാതെ ടെക്സ്റ്റിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എപ്പോഴും ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ആ ടോപ്പിക് എന്നുള്ളത്? മറ്റൊന്നുമല്ല, നത്തിങ് അതർ ദാൻ കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇഫ് ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ് ഓർ ഇഫ് ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് കണ്ടീഷണൽ ക്ലോസ്. എന്താണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. കണ്ടീഷണൽ ക്ലോസ് മെയിൻറ്റെയിൻസ് 3 കണ്ടീഷൻസ്. കണ്ടീഷണൽ ക്ലോസുകൾ 3 കണ്ടീഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട്, വൈ ഇറ്റ്സ് കോൾഡ് കണ്ടീഷണൽ ക്ലോസ്, എന്തുകൊണ്ട് അതിനെ കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടീഷണൽ ക്ലോസ് മെയിൻറ്റെയിൻസ് 3 കണ്ടീഷൻസ്. ഇറ്റ് ഷോസ് 3 കണ്ടീഷൻസ്. അതായത് 3 കണ്ടീഷൻസിനെ കാണിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ്സ് നോൺ ആസ് if clause. Why it's called if clause? എന്തുകൊണ്ടാണ് ഇതിനെ if clause എന്ന് വിളിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. All the sentences in conditional clause begin with if. കണ്ടീഷണൽ ക്ലോസിലെ എല്ലാ സെന്റൻസുകളും ആരംഭിക്കുന്നത് ifലായിരിക്കും ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് കണ്ടീഷണൽ ക്ലോസ് എന്നും അല്ലെങ്കിൽ if clause എന്നും ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ ക്ലോസിനകത്ത് 3 കണ്ടീഷൻസ് ഉണ്ടെന്ന്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ് എന്നുള്ളത്, അല്ലേ? അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 2 വേർഡ്സ് പറഞ്ഞിരിക്കുകയാണ്. അൺറിയൽ ലൈക്ലി. നമ്മൾ ഇതിപ്പം ചുമ്മാ ഒന്ന് ബൈഹാർട്ട് ചെയ്യുന്നു, ഒന്ന് കാണാതെ പഠിച്ചു വെക്കുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അൺറിയൽ ലൈക്ലി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ. വാട്ട് ഈസ് സെക്കൻഡ് കണ്ടീഷൻ? അൺറിയൽ അൺലൈക്ലി. Then next one, തേർഡ് കണ്ടീഷൻ. എന്താണ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്? അൺറിയൽ ആൻഡ് എക്സ്ട്രീം ഫാസ്റ്റ്. അപ്പൊ ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? അൺറിയൽ ലൈക്ലി, അൺറിയൽ അൺലൈക്ലി, അൺറിയൽ ആൻഡ് എക്സ്ട്രീം ഫാസ്റ്റ്. ഇങ്ങനെ 3 കണ്ടീഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അൺറിയൽ ലൈക്ലി, അൺറിയൽ അൺലൈക്ലി, അൺറിയൽ ആൻഡ് എക്സ്ട്രീം ഫാസ്റ്റ്. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ്. ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഓക്കെ, ലെറ്റ്സ് സീ ദ ഡീറ്റെയിൽസ്. ഒന്നുകൂടെ നോക്കാം, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അൺറിയൽ ലൈക്ലി. വളരെ സിമ്പിൾ ആണ്. അൺറിയൽ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് റിയൽ, യഥാർത്ഥമല്ലാത്ത, വാസ്തവമല്ലാത്ത എന്നുള്ളതാണ് അൺറിയൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഇങ്ങനെ, അതായത് 2 വേർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 വേർഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് 2 വേർഡ്സ് റിയലി ഷോ 2 സെന്റൻസസ്. ഇവിടെ 2 വാക്കുകളെ ഉള്ളൂ എങ്കിലും ഈ 2 വാക്കുകൾ 2 സെന്റൻസുകളെ കാണിക്കുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസും ഒരു ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസും. അതായത് എന്താണ്? നേരെ നിൽക്കുന്ന ഒരു സെന്റൻസും അതിനെ ചാരി നിൽക്കുന്ന വേറൊരു സെന്റൻസ്. അതാണ് ഈ രണ്ട് വാക്കുകൾ ശരിക്കും, 2 വേർഡ്സ് ശരിക്കും കാണിക്കുന്നത്. ഏതൊക്കെയാ? അൺറിയലും ലൈക്ലി. ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് ലൈക്ലിയും, അതിനെ ചാരി നിൽക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് അൺറിയലും. ഇവിടെ അൺലൈക്ലി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതും അതിനെ ചാരി നിൽക്കുന്നത് എന്താണ്? അൺറിയലും. ഇനിയും എക്സ്ട്രീം ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അൺറിയൽ എന്ന് പറയുന്നത് അതിനെ ചാരി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നും നമ്മുടെ വിഷയമല്ല, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ 3 കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അൺറിയൽ ലൈക്ലി, അൺറിയൽ അൺലൈക്ലി, അൺറിയൽ ആൻഡ് എക്സ്ട്രീം ഫാസ്റ്റ് എന്നുള്ളതാണ് 3 കണ്ടീഷൻസ്. ഓക്കെ, ദെൻ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് അൺറിയൽ? അൺറിയൽ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് റിയൽ, വാസ്തവമല്ലാത്തത്. ഒന്നാമത്തെ സെന്റൻസ് അൺറിയൽ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദ അൺറിയൽ സിറ്റുവേഷൻ, അല്ലെ? അപ്പൊ അൺറിയൽ എന്ന് കാണിച്ചിരിക്കുന്ന മൊത്തം എന്തിനെ കാണിക്കുന്നു? ഇറ്റ് ഷോസ് ദ അൺറിയൽ സിറ്റുവേഷനെ കാണിക്കുന്നു എന്നുള്ളതാണ്.
ഇനി അടുത്ത എന്താണ്? ലൈക്ലി. ലൈക്ലി എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ദാറ്റ് ഷോസ് ദ പോസിബിലിറ്റി, സാധ്യതയാണ് പറയുന്നത് അല്ലെ. ലൈക്ലി ടു ഹാപ്പൻ, സംഭവിക്കാൻ സാധ്യതയുള്ളൂ അല്ലെ. അപ്പം ലൈക്ലി ടു ഹാപ്പൻ, സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് പറയാനായിട്ട് അടുത്ത സെന്റൻസ്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? യഥാർത്ഥമല്ലാത്ത കാര്യം പറയുന്ന ഒന്നാമത്തെ സെന്റൻസ് അല്ലയോ. അടുത്ത സെന്റൻസ് എന്താണ്? സാധ്യത പറയുന്ന രണ്ടാമത്തെ സെന്റൻസ്. അടുത്ത സെന്റൻസിനകത്ത് എന്താണ്? യഥാർത്ഥമല്ല എന്ന് പറയുന്നു. അടുത്ത സെന്റൻസിനകത്ത് സാധ്യമല്ല എന്നും പറയുന്നു. അടുത്ത സെന്റൻസിനകത്ത് യഥാർത്ഥമല്ല എന്ന് തന്നെ പറയുന്നു. അതിന്റെ കൂടെയുള്ള അടുത്ത സെന്റൻസ് പറയുന്നത് എന്താണ്? എക്സ്ട്രീം പാസ്റ്റ്, ടു ഇമ്പോസിബിൾ, ഒട്ടും സാധ്യമല്ല എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കുക? അൺറിയൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥമല്ല, പക്ഷെ സാധ്യമാണ്, സാധ്യതയുണ്ട്. ഇനി ഇവിടെ യഥാർത്ഥമല്ല, സാധ്യതയും ഇല്ല. ഇനിയും ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ യഥാർത്ഥമല്ല, ഒട്ടും സാധ്യതയില്ല, എക്സ്ട്രീം പാസ്റ്റ്, ഒട്ടും സാധ്യതയില്ല. ടു ഇമ്പോസിബിൾ, ഒട്ടും സാധ്യമല്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എപ്പോഴും ഓർത്തിരിക്കുക, ഈ അൺറിയൽ എന്ന് പറയുന്ന കണ്ടീഷനെ അൺറിയൽ സിറ്റുവേഷനെ കാണിക്കുന്ന സെന്റൻസുകൾ എപ്പോഴും ഈഫിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അൺറിയൽ സിറ്റുവേഷനെ കാണിക്കുന്ന സെന്റൻസുകൾ എപ്പോഴും എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈഫിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും വളരെ സിമ്പിൾ. ഞാൻ പറയുകയാണ്, ഇഫ് യു കം, നീ വരികയാണെങ്കിൽ എന്നാണ് എന്റെ മീനിങ്. നീ വരികയാണെങ്കിൽ, നീ പോകുകയാണെങ്കിൽ, നീ പഠിക്കുകയാണെങ്കിൽ, അല്ലയോ. അപ്പൊ അവിടെ നീ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്നോ? ഇല്ലല്ലോ. നോട്ട് റിയൽ, വന്നിട്ടില്ല, നോട്ട് റിയൽ അല്ലെ. വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടത് നോട്ട് റിയൽ ആണ്, അൺറിയൽ ആണ്, സംഭവിച്ചിട്ടില്ല കാര്യം അല്ലെ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, നീ വരികയാണെങ്കിൽ. അങ്ങനെ ആണെങ്കിൽ എന്നുള്ള മീനിങ് ആണ് ഏത് നൽകുന്നത്? ഈഫ് എന്ന് പറയുന്ന വേർഡ് നൽകുന്നത്. അപ്പം ഇഫ് യു കം, നീ വരികയാണെങ്കിൽ. ഇഫ് യു ഗോ, നീ പോകുകയാണെങ്കിൽ. ഇഫ് യു സ്റ്റഡി, നീ പഠിക്കുകയാണെങ്കിൽ. ഇഫ് യു ടേക്ക്, നീ എടുക്കുകയാണെങ്കിൽ അല്ലയോ. ഇഫ് യു ഈറ്റ്, നീ കഴിക്കുകയാണെങ്കിൽ. മനസ്സിലായില്ലേ? അങ്ങനെ അൺറിയൽ സിറ്റുവേഷൻസ് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പാർട്ട് ഉപയോഗിക്കുന്നത്. അൺറിയൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നാമത്തെ പാർട്ട്. ഇനി അടുത്ത പാർട്ട് അതിന്റെ സാധ്യതകളെ പറയുകയാണ്. അതായത് നീ വരികയാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? മനസ്സിലായില്ലേ? നീ പോകുകയാണെങ്കിൽ പിന്നെന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? നീ പഠിക്കുകയാണെങ്കിൽ പിന്നെന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? നീ കഴിക്കുകയാണെങ്കിൽ പിന്നെന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആ ടൈപ്പ് സെന്റൻസുകൾ 3 കണ്ടീഷൻസ് കാണിക്കുന്നു. ആ 3 കണ്ടീഷൻസ് എങ്ങനെ എഴുതാം, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. ഈ സ്ട്രക്ചർ ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 3 കണ്ടീഷൻസ് ഓർത്തിരിക്കുക: അൺറിയൽ, ലൈക്ലി, അൺറിയൽ, അൺലൈക്ലി, അൺറിയൽ, എക്സ്ട്രീം പാസ്റ്റ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അൺറിയൽ, ലൈക്ലി. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് അൺറിയൽ, ലൈക്ലി എന്നുള്ളത് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ് പറഞ്ഞിരിക്കുകയാണ്, ഇഫ് യു കം, നീ വരികയാണെങ്കിൽ. വി വിൽ മീറ്റ്. വളരെ സിമ്പിൾ ഒരു സെന്റൻസ്. ഒന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് യു കം, വി വിൽ മീറ്റ്. ഇതാണ് സെന്റൻസ്. നോക്കിയേ, നേരത്തെ നമ്മൾ പറഞ്ഞു അൺറിയൽ സിറ്റുവേഷനെ കാണിക്കുന്ന സെന്റൻസ് ആയിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്നത്? ഈഫി തുടങ്ങുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഈഫി തുടങ്ങുന്ന സെന്റൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? അൺറിയൽ സിറ്റുവേഷനെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ മീനിങ് എന്താണ്? ഇഫ് യു കം എന്ന് പറഞ്ഞാൽ നീ വരികയാണെങ്കിൽ. ദാറ്റ് മീൻസ് ഹി ഹാസ് നോട്ട് കം, വന്നിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലയോ? ഇഫ് യു കം എന്ന് പറഞ്ഞാൽ യു ഹാവിന്റ് കം, വന്നിട്ടില്ല എന്നാണ് എന്റെ മീനിങ്. മനസ്സിലായില്ലേ? ഇഫ് യു കം, നീ വരികയാണെങ്കിൽ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അൺറിയൽ മീൻസ് യു ഹാവിന്റ് കം, നീ വന്നിട്ടില്ല അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ, എന്തായിരിക്കും സംഭവിക്കുന്നത്? വി വിൽ മീറ്റ്, നമ്മൾ കണ്ടുമുട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ, അതായത് നീ വന്നിട്ടുമില്ല, നമ്മൾ കണ്ടുമുട്ടിയിട്ടുമില്ല. ഇനി വരികയാണെങ്കിൽ അൺറിയൽ ആണ്, യഥാർത്ഥമല്ല. വി വിൽ മീറ്റ്, ദർ ഇസ് എ ചാൻസ് ടു മീറ്റ്, നമ്മൾ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതായത് നീ വരികയാണെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ.
ഇഫ് യു കം എന്ന് പറയുന്നത് റിയൽ അല്ല, അൺറിയൽ. പിന്നെ അടുത്ത പറഞ്ഞാൽ ലൈക്ലി. ലൈക്ലി എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി, സാധ്യത അല്ലേ? ആ സാധ്യത വി വിൽ മീറ്റ് അല്ലയോ, നമ്മൾ കണ്ടുമുട്ടും. വരികയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടും, അതായത് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് യു കം, നീ വരികയാണെങ്കിൽ. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് റിയൽ. വന്നു എന്നുള്ളത് റിയൽ അല്ല. മനസ്സിലായില്ലേ? യു ഹാവ് നോട്ട് കം എന്നുള്ളതാണ്, അതായത് നീ വന്നിട്ടില്ല. പക്ഷെ ഇഫ് യു കം, നീ വരികയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കും? വി വിൽ മീറ്റ്, നമുക്ക് കണ്ടുമുട്ടാം അല്ലേ? അപ്പം വി വിൽ മീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ദാറ്റ് ഷോസ് എ പോസിബിലിറ്റി. ദാറ്റ് ഷോസ് എ പോസിബിലിറ്റി ടു മീറ്റ് ടുഗദർ. ഒരുമിച്ച് കാണാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ സെന്റൻസിന്റെ മീനിങ്. ഇത്രയേ ഉള്ളൂ. നീ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ആൻ അൺറിയൽ കണ്ടീഷൻ. വി വിൽ മീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരുമിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് അൺറിയൽ, ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഈ സെന്റൻസ് തന്നെ അൺറിയൽ, അൺലൈക്ലി ആകും എന്ന് പറഞ്ഞാൽ ഇഫ് യു came, we would meet. രണ്ടാമത്തെ കണ്ടീഷൻ. അതായത് അൺറിയൽ ആണല്ലോ ഇഫ് ഹിയർ എന്ന് പറയുന്ന സെന്റൻസ് എപ്പോഴും അൺറിയൽ ആയിരിക്കുമല്ലോ. ഇഫ് യു കെയിം, നീ വന്നിരുന്നുവെങ്കിൽ. വി വുഡ് മീറ്റ്, നമ്മൾ കണ്ടുമുട്ടിയേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാളൊട്ട് വന്നതുമില്ല, കണ്ടുമുട്ടിയതുമില്ല. അതായത് അൺറിയലുമാണ്, അൺലൈക്ലി ആണ്, അതായത് സംഭവിക്കാനും സാധ്യതയില്ല. ഓക്കെ. ഇനി തേർഡ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അൺറിയൽ ആൻഡ് എക്സ്ട്രീം പാസ്റ്റ് എന്നാ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇഫ് യു ഹാഡ് കം, we would have met. എന്താ? അൺറിയൽ ആൻഡ് എക്സ്ട്രീം പാസ്റ്റ്. നീ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയേനെയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം വന്നിട്ടുമില്ല, ഇനി കണ്ടുമുട്ടാനുള്ള നോ ലീസ്റ്റ് ചാൻസ്, അതായത് ഒരു എന്താണ്, ചെറിയ സാധ്യത പോലും ഇല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള 3 കണ്ടീഷൻസ് ആണ്, ഈ ടൈപ്പ് 3 സെന്റൻസ് ആണ്. ഇപ്പൊ 3 കണ്ടീഷനെ കാണിക്കുന്ന 3 സെന്റൻസ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, നമ്മൾ പഠിക്കണം. അപ്പൊ ഇതാണ് ഇതിന്റെ മൊത്തത്തിൽ എന്താണ് ഇഫ് ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ് എന്താണെന്നുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ 3 സ്ട്രക്ചറുകളാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ആ 3 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്നോടെ നോക്കിയേ. അൺറിയൽ, ലൈക്ലി, അൺറിയൽ, അൺലൈക്ലി, അൺറിയൽ ആൻഡ് എക്സ്ട്രീം പാസ്റ്റ്. ഓക്കെ. ഇനി നമ്മൾ ഈ 3 കണ്ടീഷൻസിനെ കാണിക്കുന്ന 3 സ്ട്രക്ചറുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ ഈ 3 കണ്ടീഷൻസിന്റെ സ്ട്രക്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അൺറിയൽ, ലൈക്ലി എന്നല്ലേ പറഞ്ഞേ? അതിന്റെ സ്ട്രക്ചർ ഇതാണ്, ഇഫ്, സബ്ജക്ട്, ബേസ് ഫോം അല്ലേ? രണ്ടാമത്തെ സെന്റൻസ് അൺലൈക്ലി എന്നുള്ളത് വില്ല്, ഷാള്, ബേസ് ഫോം. അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ അൺറിയൽ സിറ്റുവേഷനെ പറയുന്ന ഇഫ്, സബ്ജക്ട്, പാസ്റ്റ് ടെൻസ്. അടുത്ത കണ്ടീഷൻ വുഡ്, ഷുഡ്, ബേസ് ഫോം അല്ലേ? അടുത്തത് ഇഫ്, സബ്ജക്ട്, ഹാഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അൺറിയൽ കണ്ടീഷനെ കാണിക്കുന്നു. എക്സ്ട്രീം പാസ്റ്റിനെ കാണിക്കാനായിട്ട് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയാണ്. അപ്പൊ 3 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇഫ് അപ്പൊ ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ. കറക്റ്റ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇഫ്, സബ്ജക്ട്, ബേസ് ഫോം, വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം. ഇഫ് സബ്ജക്ട് പാസ്റ്റ് ടെൻസ് വുഡ് ഓർ ഷുഡ് പ്ലസ് ബേസ് ഫോം. ഇഫ് സബ്ജക്ട് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് ഇതിന്റെ കറക്റ്റ് സ്ട്രക്ചർ. നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത് ഇത്രയും അൺറിയൽ സിറ്റുവേഷനെ കാണിക്കുന്നു. ഇത് ലൈക്ലി, ഇത് അൺലൈക്ലി, ഇത് എക്സ്ട്രീം പാസ്റ്റ്. ഓക്കെ. അപ്പം ഇനിയും ഇത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക. ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇഫ് ബേസ് ഫോം ഒന്നാമത്തെ കേസ്, ഇഫ് ബേസ് ഫോം. രണ്ടാമത്തെ കേസ് ഇഫ് പാസ്റ്റ് ടെൻസ്. മൂന്നാമത്തെ കേസ് ഇഫ് പാസ്റ്റ് പാർട്ട്, ഇഫ് ഹാഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓർത്തിരിക്കുക. ഇഫ് ബേസ് ഫോം, ഇഫ് പാസ്റ്റ് ടെൻസ്, ഇഫ് ഹാഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. 3 കേസായി. ഓക്കെ. ഇഫ് ബേസ് ഫോം, ഇഫ് പാസ്റ്റ് ടെൻസ്, ഇഫ് ഹാഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഒന്നാമത്തെ കേസിന്റെ രണ്ടാമത്തെ പാർട്ട് എങ്ങനെ എഴുതും? വിൽ, ഷാൾ, ബേസ് ഫോം. അടുത്തത് വുഡ്, ഷുഡ്, ബേസ് ഫോം. അടുത്തത് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഓർത്തിരിക്കുക. ഒന്നാമത്തെ കേസ്
ബേസ് ഫോമിലാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ സെന്റൻസിനകത്ത് വിൽ ഷാൾ ബേസ് ഫോം എന്ന രണ്ടാമത്തെ സെന്റൻസ് എഴുതേണ്ടത് അല്ലേ. അതായത് ഇത് വിൽ ഷാൾ എന്ന് പറയുന്നത് ദാറ്റ് ഷോസ് മോഡൽ ഓക്സിലറി വേർഡ്സ്. മോഡൽ ഓക്സിലറി വിൽ വരാം, ഷാൾ വരാം, ക്യാൻ വരാം, മേ വരാം, മൈറ്റ് വരാം, വിൽ വരാം, ഷാൾ വരാം, ക്യാൻ വരാം, മേ വരാം. മനസ്സിലായില്ലേ? വിൽ ഓർ ഷാൾ പ്ലസ് ബേസ് ഫോം, മോഡൽ ഓക്സിലറി പ്ലസ് ബേസ് ഫോം എന്നുള്ളതാണ് വിൽ ഷാൾ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇവിടെ പാസ്റ്റ് ടെൻസ് ആ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സെന്റൻസിനകത്ത് വെർബ് ബേസ് ഫോം ആണെങ്കിൽ ഇവിടെ വിൽ ഷാൾ ബേസ് ഫോം എന്ന് എഴുതണം. ഇവിടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇവിടെ വുഡ് ഷുഡ് ബേസ് ഫോം എന്ന് എഴുതണം. ഇനി ഇവിടെ എന്താണ്? വെർബ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈ ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ സെന്റൻസ് എങ്ങനെ എഴുതണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് എഴുതണം. ഇത്രയും ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. 3 കണ്ടീഷൻസിനെ കാണിക്കാനായിട്ട് ഒന്ന് വെർബ് ബേസ് ഫോം ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ അടുത്ത സെന്റൻസ് വില്ല് ഷാൾ ബേസ് ഫോം. അടുത്തത് വെർബ് പാസ്റ്റ് ടെൻസ് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത സെന്റൻസ് വുഡ് ഹാവ്, അടുത്ത സെന്റൻസ് വുഡ് ഷുഡ് ബേസ് ഫോം എന്നായിരിക്കും എഴുതുന്നത്. അടുത്തത് വെർബ് എന്താണ്? ഹാഡ് പ്ലസ് PPV ഈ ഫോർമാറ്റിലാണോ വന്നിരിക്കുന്നത് നോക്കുക. രണ്ടാമത്തെ സെന്റൻസ് എങ്കിലും വുഡ് ഹാവ്, ഷുഡ് ഹാവ്, PPV എന്നുള്ള ഫോർമാറ്റിൽ എഴുതും. അപ്പൊ നിങ്ങൾ ബേസ് ഫോം, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതൊക്കെ എന്താണെന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് ശരിക്കും? അത് വെർബിന്റെ 4 ഫോംസ് ആണ് അല്ലയോ? 4 ഫോംസ് ഓഫ് ആൻ ഇംഗ്ലീഷ് വെർബ്. അതായത് ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെ 4 ഫോം ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്മിന്റെ 4 ഫോംസ് ഏതൊക്കെയാണ്? കം, കമ്മിങ്, കെയിം, കം. ഇങ്ങനെ 4 ഫോംസ് ആണ് വരുന്നത് അല്ലെ. കം, കമ്മിങ്, കെയിം, കം അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്? ഒന്നാമത്തെ കം ബേസ് ഫോം, കമ്മിങ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, കെയിം പാസ്റ്റ് ടെൻസ്, കം തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലയോ. ഇനി വേറെ നമ്മൾ പഠിച്ച മീറ്റ് അല്ലേ. മീറ്റിന്റെ 4 ഫോംസ് ഏതൊക്കെയാണ്? മീറ്റ്, മീറ്റിംഗ് അല്ലയോ. അടുത്തത് മെറ്റ്, മെറ്റ് 4 ഫോംസ്. ഇതിനകത്ത് ഒന്നാമത്തെ ഫോം ബേസ് ഫോം, മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ, മെറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്, മെറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ 4 ഫോംസ് ആണ് അല്ലയോ. അപ്പൊ ഒരു വെർബിന്റെ 4 ഫോംസ് ഉണ്ട് അല്ലയോ. ആ ഫോമിനകത്ത് ഒന്നാമത്തെ സെന്റൻസിനകത്ത് ബേസ് ഫോം ആയിരിക്കും വരുന്നത്. ഒന്നാമത്തെ കണ്ടീഷനകത്ത് ബേസ് ഫോം ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ കണ്ടീഷനകത്ത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും വരുന്നത്. മൂന്നാമത്തെ കണ്ടീഷനകത്ത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിന്റെ 4ാമത്തെ ഫോം ആയിരിക്കും വരുന്നത്. ഓർത്തിരിക്കുക, ഈഫ് ക്ലോസിന്റെ 3 കണ്ടീഷൻസിനെ കാണിക്കാനായിട്ട് ആദ്യത്തെ സെന്റൻസിനകത്ത് വെർബ് ഉപയോഗിക്കുന്നത് ബേസ് ഫോമിലായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷനകത്ത് വെർബ് ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസിലായിരിക്കും. മൂന്നാമത്തെ കണ്ടീഷനകത്ത് വെർബ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിന്റെ കൂടെ ഹാഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. 3 കണ്ടീഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. എന്താണ്? ബേസ് ഫോം, പാസ്റ്റ് ടെൻസ്, ഹാഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് ഓർത്തിരുന്നാൽ മതി. 3 കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നായിരിക്കും. ഇനിയും അപ്പുറത്തെ ഓരോന്ന് ഓർക്കുക. ബേസ് ഫോം ആണെന്നുണ്ടെങ്കിൽ മോഡൽ ഓക്സിലറിയുടെ ബേസ് ഫോം എന്ന് ഓർത്തിരിക്കുക. അതായത് വിൽ, ഷാൾ, ക്യാൻ, മെയ് ബേസ് ഫോം അല്ലേ. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മോഡൽ ഓക്സിലറിയുടെ പാസ്റ്റ് ടെൻസ്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ടെൻസ് ഷുഡ്, ക്യാന്റെ പാസ്റ്റ് ടെൻസ് ഗുഡ്, മെയ്ഡ് പാസ്റ്റ് ടെൻസ് മൈറ്റ്. ഓക്കെ. ഇനി ഇവിടെ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വരുന്നതെങ്കിൽ, നാലാമത്തെ വെർബിന്റെ 4ാമത്തെ ഫോം ആണ് വരുന്നതെങ്കിൽ അപ്പുറത്തെ സെന്റൻസിനകത്ത് വുഡ് ഹാവ്, ഷുഡ് ഹാവ്. മനസ്സിലായില്ലോ? വുഡ് ഹാവ്, ഷുഡ് ഹാവ് പാസ്റ്റ് വെർബിന്റെ 4ാമത്തെ ഫോം ഓർത്തിരിക്കുക. അപ്പൊ എങ്ങനെയാണ്? ബേസ് ഫോം വില്ല്, ഷാൾ ബേസ് ഫോം. പാസ്റ്റ് ടെൻസ് വുഡ്, ഷുഡ് ബേസ് ഫോം. വുഡ്, ഷുഡ് ബേസ് ഫോം എന്ന് ഓർത്തിരിക്കണം. വെർബ് ബേസ് ഫോമും എന്താണ്? മോഡൽ ഓക്സിലറി വെർബിന്റെ പാസ്റ്റ് ടെൻസും. ഇനി അടുത്തത് എന്താണ്? ഹാഡ് പ്ലസ് PPV. ഹാഡ് പ്ലസ് PPV എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, PPV. ഇത്രയും പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈഫ് ക്ലോസിനെ കുറിച്ച് ഓർത്തിരിക്കാനായിട്ട് ഇത്രയും ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ സ്ട്രക്ചർ ഇതാണ്. ബേസ് ഫോം, പാസ്റ്റ് ടെൻസ്, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. രണ്ടാമത്തെ സെന്റൻസുകൾ ബേസ് ഫോം ആണെങ്കിൽ വിൽ, ഷാൾ ബേസ് ഫോം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ്, ഷുഡ് ബേസ് ഫോം. എന്താണ്? ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മറ്റേ നമ്മൾ എന്താണ് ഇത് എന്താണെന്നുള്ള അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഈ സ്ട്രക്ചർ പ്രത്യേകം നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് നോട്ട് ചെയ്യുക. if plus subject plus base form, if plus subject plus past tense, if plus subject plus had plus past participle. Okay. ഇനി അടുത്ത if വരുന്ന രണ്ടാമത്തെ സെന്റൻസ് എഴുതുന്നത് will, shall, base form, would, should, base form, would have, should have,
പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം അത് പെട്ടെന്ന് മനസ്സിൽ ഓർത്തിരിക്കാൻ ഈഫ് ബേസ് ഫോം, ഈഫ് പാസ്റ്റ് ടെൻസ്, ഈഫ് ഹാഡ് PPV. അതായത് ഈഫ് ബേസ് ഫോം, ഈഫ് പാസ്റ്റ് ടെൻസ്, ഈഫ് ഹാഡ് PPV, ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ PPV അല്ലേ? ഇനി അതിന്റെ ഓരോന്നിന്റെയും രണ്ടാമത്തെ സെന്റൻസുകൾ ഓർത്തിരിക്കാനായിട്ട് വിൽ, ഷാള് ബേസ് ഫോം, വുഡ്, ഷുഡ് ബേസ് ഫോം, വുഡ് ഹാവ്, ഷുഡ് ഹാവ് PPV. ഇപ്പൊ ഇവിടെ രണ്ടിടത്തും വെർബ്, മെയിൻ വെർബ് ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്, ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത്. പക്ഷേ മോഡൽ ഓക്സിലറി വെർബ് ഇവിടെ എന്താണ് ബേസ് ഫോം, ഇവിടെ പാസ്റ്റ് ടെൻസും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ആ സ്ട്രക്ചർ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. എന്താ പറയുന്നു? ഒന്നാമത്തെ കണ്ടീഷൻ ഈഫ് ബേസ് ഫോം, രണ്ടാമത്തെ കണ്ടീഷൻ ഈഫ് പാസ്റ്റ് ടെൻസ്, മൂന്നാമത്തെ കണ്ടീഷൻ ഈഫ് ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ഒന്നാമത്തെ കണ്ടീഷന്റെ രണ്ടാമത്തെ പാർട്ട് വിൽ, ഷാൾ ബേസ് ഫോം, രണ്ടാമത്തെ കണ്ടീഷന്റെ രണ്ടാമത്തെ പാർട്ട് വുഡ്, ഷുഡ് ബേസ് ഫോം, മൂന്നാമത്തെ കണ്ടീഷന്റെ രണ്ടാമത്തെ പാർട്ട് വുഡ് ഹാവ്, ഷുഡ് ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് ഈഫ് ബേസ് ഫോം, ഈഫ് പാസ്റ്റ് ടെൻസ്, ഈഫ് ഹാഡ് PPV, വിൽ, ഷാൾ ബേസ് ഫോം, വുഡ്, ഷുഡ് ബേസ് ഫോം, വുഡ് ഹാവ്, ഷുഡ് ഹാവ് PPV. ഇങ്ങനെ ഒരു ചൊല്ല് പോകണം ഓർത്തിരിക്കുക. ഈഫ് ബേസ് ഫോം, ഈഫ് പാസ്റ്റ് ടെൻസ്, ഈഫ് ഹാഡ് PPV, വിൽ, ഷാൾ ബേസ് ഫോം, വുഡ്, ഷുഡ് ബേസ് ഫോം, വുഡ് ഹാവ്, ഷുഡ് ഹാവ് PPV. വളരെ സിമ്പിൾ അല്ലേ? ഈഫ് ബേസ് ഫോം, ഈഫ് പാസ്റ്റ് ടെൻസ്, ഈഫ് ഹാഡ് PPV, വിൽ, ഷാൾ ബേസ് ഫോം, വുഡ്, ഷുഡ് ബേസ് ഫോം, വുഡ് ഹാവ്, ഷുഡ് ഹാവ് PPV. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞായിരുന്നല്ലോ, if you come with me, നീ എന്നോടൊപ്പം വരികയാണെങ്കിൽ. if you come with me, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ നോക്കണം, ഈ സെന്റൻസിന്റെ ഈഫിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടീഷണൽ ക്ലോസ് ആണ് അല്ലയോ? ഇനി രണ്ടാമത് സബ്ജക്ട് വന്നിരിക്കുന്നു, മൂന്നാമത് എന്താണ് വെർബ് വന്നിരിക്കുന്നു, കം. നോക്കണം ഈ വെർബിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് നോക്കണം അല്ലേ? നോക്കണം, ഈ സെന്റൻസ് വെർബിന്റെ ഫോം ഏതാണെന്നുള്ളത് നോക്കണം. ഈ വെർബിന്റെ ഫോം ഏതാണെന്നുള്ളത് നോക്കണം. ഏത് ഫോമാണ് വെർബിന്റെ 4 ഫോം? ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? കമ്മിന്റെ 4 ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കം, കമ്മിങ്, കെയിം, കം, ഇങ്ങനെ 4 ഫോമാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്, ഏതാ വന്നിരിക്കുന്നത്? കം എന്നുള്ള ഫോമാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് എന്താണ്, ബേസ് ഫോം ആണ് വന്നിരിക്കുന്നത്. ഇവിടെ രണ്ടും ബേസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം തന്നെയാണ്. ഇതെങ്ങനെ രണ്ടും കൂടെ തിരിച്ചറിയുന്നതെന്ന് പറയുന്നത്, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ ഒന്നുകിൽ ഹാസ്, അല്ലെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ഹാഡ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് അല്ലെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസ് ഫോം, ഇതിന്റെ കൂടെ ആയിരിക്കും എപ്പോഴും ഈ കം വരുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഹാസ്, ഹാവിന്റെ കൂടെ ഒന്നല്ല വന്നിരിക്കുന്നത്, മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് here is no auxiliary verb before this verb അല്ലേ? ഈ വെർബിന് മുൻപിലായിട്ട് എന്താണ്, ഓക്സിലറി വെർബ് ഒന്നും വന്നിട്ടില്ല അല്ലേ? അപ്പം എന്താണ് ഇവിടെ, എന്താണ് ബേസ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം, ഈ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത പാർട്ട് എങ്ങനെ, വിൽ, ഷാൾ ബേസ് ഫോം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മോഡൽ ഓക്സിലറി പ്ലസ് ബേസ് ഫോം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? സബ്ജക്റ്റ് വി, നമ്മൾ ഒരുമിച്ച് പോകും അല്ലേ? വി വിൽ അല്ലേ, ഗോ ടുഗദർ, വി വിൽ ഗോ ടുഗദർ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് യു കം വിത്ത് മീ വി വിൽ ഗോ ടുഗദർ. ഇങ്ങനെയാണ് സെന്റൻസ്. അതായത് സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറിയുടെ ബേസ് ഫോം വിൽ, ഷാള്, ക്യാൻ, മെയ്, ഇതിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വെർബിന്റെ ബേസ് ഫോം ഗോ. ഗോ ഏതാ? ഗോയുടെ 4 ഫോംസ് ഏതൊക്കെയാണ്? ഗോ, ഗോയിങ്, വെന്റ്, ഗോൺ. ഇവിടെ പോയി 4 വ്യത്യസ്ത ഫോമുകൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? ബേസ് ഫോം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഈഫ് പ്ലസ് ബേസ് ഫോം, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിൽ, ഷാൾ പ്ലസ് ബേസ് ഫോം അല്ലേ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയാണ് അത് വരുന്നത്? ഈഫ് യു, ഈഫ് യു അല്ലേ? ഇനിയും എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ കണ്ടീഷനകത്ത് ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കം എന്നുള്ള എന്തായിട്ട് മാറും? കെയിം ആയി മാറും. ഇഫ് യു കെയിം, ഇഫ് യു കെയിം അല്ലയോ? ഇനിയും അടുത്ത സെക്കൻഡ് പാർട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? സബ്ജക്ട് അതേപോലെ തന്നെ വി അല്ലയോ? എന്താണ് മോഡൽ ഓക്സിലറിയുടെ പാസ്റ്റ് ടെൻസ്? വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? വുഡ്, വി വുഡ്. പിന്നെ ബേസ് ഫോം തന്നെ എഴുതുന്നത് വി വുഡ് ഗോ അല്ലയോ? ഗോ ടുഗദർ, വി വുഡ് ഗോ ടുഗദർ. ഓക്കെ, 2 കണ്ടീഷനായി. രണ്ടിന്റെ ചേഞ്ചസ് നോക്കിയേ. ഇഫ് യു കം വിത്ത് മീ വി വിൽ ഗോ ടുഗദർ അല്ലയോ? രണ്ടാമത്തെ കേസിൽ ഇഫ് യു കെയിം
വിത്ത് മീ വി വുഡ് ഗോ ടുഗദർ. ഇവിടെ വെർബ് came ആയി, ഇവിടെ മോഡൽ ഓക്സിലറി വിൽ എന്നുള്ളത് എന്തായിട്ട് മാറി, വുഡ് ആയിട്ട് മാറി. ഇത്രയേ ഉള്ളൂ ചേഞ്ച്. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. എങ്ങനെ എഴുതുന്നത്? ഇഫ് യു എന്താണ് ഹാഡ് പ്ലസ് PPV എന്നല്ലേ പറഞ്ഞത്? ഹാഡ് പ്ലസ് PPV. PPV എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. കമ്മിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കം, കമ്മിങ്, കെയിം, കം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ഒരേ ഫോം ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിന് മുമ്പിൽ ഒന്നുകിൽ ഹാസ്, ഹാവ് അല്ലെങ്കിൽ ഹാഡ്. ഇവിടെ ഏത് വന്നിട്ടുണ്ട്? ഹാഡ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന കം എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ രണ്ട് ഫോം, അതായത് ബേസ് ഫോമും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരേ ഫോമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഹാഡ്, ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടായിരിക്കും, അല്ലയോ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് പാസീവ് വോയിസ് സെന്റൻസിലായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇഫ് യു ഹാഡ് കം അല്ലെ, അടുത്ത സെന്റൻസ് എങ്ങനെ എഴുതണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, PPV എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, PPV. അപ്പൊ എങ്ങനെ എഴുതും? വി വുഡ്, WULD, വുഡ്, പിന്നെന്താണ്? ഹാവ് അല്ലെ, വി വുഡ് ഹാവ് PPV എന്നാണ്. ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഗോ, ഗോയിങ്, വെന്റ്, ഗോൺ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാ? ഗോൺ. വി വുഡ് ഹാവ് ഗോൺ, GON, ഗോൺ ടുഗദർ. അപ്പൊ ഇങ്ങനെ മൂന്ന് സെന്റൻസ് ആയി. എന്തൊക്കെയാണെന്ന് നോക്കിയേ. If you come with me, we will go. If you came with me, we would go. അല്ലയോ? If you had come with me, we would have gone. ഇതാണ് മൂന്ന് ടൈപ്പ് സെന്റൻസ്. വളരെ സിമ്പിൾ ആണല്ലോ. ഇപ്പൊ ഇത്ര ഓർത്തിരുന്നാൽ മതി. If a base form, will, shall, base form. If a past tense, would, should, base form. If had PPV, would have, should have, PPV. ഇത്ര ഓർത്തിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ മൂന്ന് കണ്ടീഷൻസ് നമുക്ക് ചേർക്കും. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് അഫർമേറ്റീവ് സെന്റൻസ് ആണ്, അതായത് പോസിറ്റീവ് സെന്റൻസ് ആണ് പഠിച്ചത്. ഇനി ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് വേർഡ്സ് വരുന്നത് നോട്ടോ, നണ്ണോ, നത്തിങ്ങോ, നൈതറോ, സ്കേഴ്സ്ലി, റെയർലി, ഹാർഡ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, നോട്ട് തുടങ്ങിയ നെഗറ്റീവ് വേർഡ്സ് വരുന്നതിനെയാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നെഗറ്റീവ് സെന്റൻസ് വരികയാണെങ്കിൽ എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലേ? ഇഫ് യു കം വിത്ത് മീ, ഇതല്ലേ ഒന്നാമത്തെ സെന്റൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണല്ലോ, ഇഫ് യു കം വിത്ത് മീ എന്നുള്ളതാണല്ലോ, അല്ലയോ? ഈ സെന്റൻസ് എങ്ങനെ നെഗറ്റീവ് ആക്കാം, അല്ലേ? നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിലുള്ള റൂൾ എന്താണ്? ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് നെഗറ്റീവ് ആക്കുക എന്നുള്ള. പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്ത് എഴുതണം, അല്ലേ? അപ്പൊ നോക്കി, ഇഫ് യു അല്ലേ, അതായത് ഓക്സിലറി വെർബ് സാധാരണ എവിടെയാണ് വരുന്നത്? മെയിൻ വെർബിന് മുമ്പിലായിരിക്കണം വരേണ്ടത്, അല്ലയോ? ഇനി നോക്കണം, ഇവിടെ ഓക്സിലറി വെർബ് വല്ലതും ഉണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? മെയിൻ വെർബിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്യണം, അല്ലയോ? നേരത്തെ നമ്മൾ പഠിച്ചതാ, അല്ലയോ? കം, 4 ഫോം, കം, കമ്മിങ്, കെയിം, കം, അല്ലയോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓക്സിലറി വെർബ് സെന്റൻസിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ മെയിൻ വെർബിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അതായത് അങ്ങനെ വരുമ്പോൾ ഏത് ഓക്സിലറി വെർബുകളാണ് വരുന്നത്? 3 ഹൈഡി വെർബുകൾ. ഏതൊക്കെയാണ്? ഡു, ഡസ്, ഡിഡ്. അതായത് ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസിനകത്ത് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 3 ഓക്സിലറി വെർബുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഡു, ഡസ്, ഡിഡ്. അത് ആ 3 വരുന്ന കേസുകൾ എന്ന് പറയുമ്പോൾ, ഇപ്പം കം എന്ന് വരികയാണെങ്കിൽ അതിന്റെ കൂടെ കം പ്ലസ് ഡു ആണ് കം, അല്ലയോ? കം പ്ലസ് ഡസ് ആണ് കംസ്, കം പ്ലസ് ഡിഡ് ആണ് കെയിം. ഇതാണ് 3 കേസ്, ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ കിടപ്പുണ്ട്, അതെടുത്ത് നോക്കുക. അപ്പം കം പ്ലസ് ഡു കം, കം പ്ലസ് ഡസ് കംസ്, കം പ്ലസ് ഡസ് ഡിഡ് കെയിം, അല്ലയോ? കം പ്ലസ് ഡു കം, അല്ലയോ? കം പ്ലസ് ഡസ് കംസ്, അല്ലയോ? കം പ്ലസ് ഡിഡ് കെയിം. അപ്പം കം വരികയാണെങ്കിൽ അതിനകത്ത് ഏത് ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത്? ഡു ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ഇഫ് യു ഡു, അല്ലയോ? അതിന്റെ കൂടെ നോട്ട് ചേർക്കണം. ഇപ്പം ഇഫ് യു ഡോണ്ട്, അല്ലയോ? ഡു നോട്ട്. ഇഫ് യു നോട്ട് കം, അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് കം, അല്ലയോ? വിത്ത് മീ, ഇങ്ങനെ വരും. രണ്ടാമത്തെ കേസ് എന്താണ്? ഇഫ് യു കെയിം വിത്ത് മീ, അല്ലയോ? ഇഫ് യു കെയിം വിത്ത് മീ, ഇഫ് യു കെയിം വിത്ത് മീ, അല്ലേ? എങ്ങനെ അതിന്റെ നെഗറ്റീവ് എഴുതാം? ഇഫ് യു, അല്ലയോ? കെയിമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? കെയിം, കം പ്ലസ് ഡിഡ് എന്നുള്ളതാണ് കെയിം, അല്ലയോ? കം പ്ലസ് ഡിഡ്, അല്ലയോ? അപ്പൊ എങ്ങനെ വരും? ഇഫ് യു ഡിഡ് നോട്ട്, പിന്നെ കെയിം എന്ന് എഴുതല്ലോ. കെയിം എന്ന് പറയുമ്പോൾ കം പ്ലസ് ഡിഡ് ആണ് കെയിം. അതിനകത്ത് ഡിഡിങ് സ്പ്ലിറ്റ് ചെയ്ത് വെളിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ എന്താണ്? കം മാത്രമായിട്ട് വരും, അല്ലേ? ഇഫ് യു ഡിഡ് നോട്ട് കം വിത്ത് മീ, ബാക്കി സെന്റൻസ് എഴുതാം,
അല്ലേ? അപ്പൊ ആദ്യ പാർട്ട് ഇഫ് യു കം വിത്ത് മീ, അതിന്റെ നെഗറ്റീവ് ഇഫ് യു ഡോണ്ട് കം വിത്ത് മീ. ഇഫ് യു കെയിം വിത്ത് മീ, അതിന്റെ നെഗറ്റീവ് ഇഫ് യു ഡിഡ് നോട്ട് കം വിത്ത് മീ, അല്ലയോ? ഇനി അടുത്ത പാർട്ട് എങ്ങനെ എഴുതുന്നേ? വി വിൽ മീറ്റ് ടുഗദർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് നെഗറ്റീവായി മാറും. നീ എന്നോടൊപ്പം വന്നില്ല എങ്കിൽ നമ്മൾ കാണുകയില്ല, അല്ലേ? സോറി, നമ്മൾ ഒരുമിച്ച് പോകും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? വി വിൽ ഗോ ടുഗദർ. ഇപ്പൊ നമ്മളെ പോകുകയില്ല, വി വോണ്ട് ഗോ ടുഗദർ, അല്ലെങ്കിൽ വി വിൽ നോട്ട് ഗോ ടുഗദർ, അല്ലയോ? അടുത്തത് വി വുഡ് നോട്ട് ഗോ ടുഗദർ, അല്ലയോ? ഇനി മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസ് എങ്ങനെ എഴുതും? ഇഫ് യു ഹാഡ് കം വിത്ത് മീ, അല്ലയോ? ബാക്കി രണ്ട് കണ്ടീഷൻ പോലുള്ള അതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ലായിരുന്നു. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഹാഡ് കൂടെ നോട്ട് ചെയ്താൽ മതി. എങ്ങനെ എഴുതാം? ഇഫ് യു ഹാഡ് നോട്ട് കം വിത്ത് മീ. ഇഫ് യു ഹാഡ് നോട്ട് കം വിത്ത് മീ, അല്ലയോ? അടുത്ത സെന്റൻസ് എങ്ങനെ എഴുതാം? വി വുഡ് നോട്ട് ഹാവ് ഗോൺ ടുഗദർ. അപ്പൊ മൂന്ന് നെഗറ്റീവ് സെന്റൻസുകളും എങ്ങനെ എഴുതാം? ഇഫ് യു ഡോണ്ട് കം വിത്ത് മീ, we will not go together, അല്ലയോ? if you did not come with me, we would not go together, അല്ലയോ? if you had not come with me, we would not have gone together. അങ്ങനെയാണ് മൂന്ന് ടൈപ്പ് സെന്റൻസ് വരുന്നത്. ഓക്കെ, അപ്പം അഫർമേറ്റീവ് സെന്റൻസ് ആയി, രണ്ടാമത് നെഗറ്റീവ് സെന്റൻസ് ആയി. ഇനി മൂന്നാമത് ഒരു കേസ് കൂടെ വരുന്നുണ്ട്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, അതായത് ക്വസ്റ്റ്യൻ സെന്റൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാമെന്നുള്ളത്, അല്ലേ? അപ്പൊ അന്നേരം നമ്മൾ എഴുതുമ്പോൾ എന്താണ് അവിടെ ക്വസ്റ്റ്യൻ സെന്റൻസിന്റെ ഫോർമാറ്റ് ഓർത്തിരിക്കുക. എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് ബാലൻസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള ഫോർമാറ്റ് ഓർത്തിരിക്കുക. ബാക്കി ഈ സ്ട്രക്ചറുകൾ സെയിം തന്നെ ആയിരിക്കും. വില്ല് ഒന്നാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ വിൽ ഷാൾ ബേസ് ഫോം, രണ്ടാമത്തെ ആണെങ്കിൽ വുഡ് ഷുഡ് ബേസ് ഫോം, മൂന്നാമത്തെ ആണെങ്കിൽ വുഡ് ഹാവ് ഷുഡ് ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് എന്നുള്ളതായിരിക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇഫ് യു കം വിത്ത് മീ, നീ എന്നോടൊപ്പം വരികയാണ്, പിന്നെ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് കരുതുക. വാട്ട് വിൽ ഹാപ്പൻ? ഇഫ് യു കം വിത്ത് മീ, വാട്ട് വിൽ ഹാപ്പൻ എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ഓർ ഷാൾ പ്ലസ് ബേസ് ഓൺ ഹാപ്പൻ ബേസ് ഓൺ. ഇഫ് യു കെയിം വിത്ത് മീ, വാട്ട് വുഡ് ഹാപ്പൻ? അടുത്തത് ഇഫ് യു ഹാഡ് കം വിത്ത് മീ, വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ആ സെന്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് യു കം വിത്ത് മീ, നീ എന്നോടൊപ്പം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? ഇങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഇതാണ്, അതായത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ മെയിൻ വെർബ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. ഈ ഫോർമാറ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അടുത്ത സെന്റൻസ് ഇഫ് യു കെയിം വിത്ത് മീ. അടുത്ത സെന്റൻസ് എങ്ങനെ എഴുതാം? ഈ ഫോർമാറ്റിലാണെങ്കിൽ വാട്ട് വുഡ് WULD വുഡ് ഹാപ്പൻ HAPPEN ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി മൂന്നാം സെന്റൻസ് ഇഫ് യു ഹാഡ് കം വിത്ത് മീ. അടുത്ത സെന്റൻസ് എങ്ങനെ എഴുതാം? വാട്ട്, അല്ലയോ? പിന്നെ വുഡ് ഹാവ് ഹാപ്പൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയോ, വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ മൂന്ന് കേസസ് ഉണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ അതിന്റെ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അൺറിയൽ ലൈക്ലി, അൺറിയൽ അൺലൈക്ലി, അൺറിയൽ ആൻഡ് എക്സ്ട്രീം പാസ്റ്റ്, അല്ലേ? അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസിനെ കാണിക്കാൻ മൂന്ന് സ്ട്രക്ചറുകൾ ഉണ്ട്. അൺറിയൽ അൺലൈക്ലി ആണെന്നുണ്ടെങ്കിൽ ഇഫ് സബ്ജക്ട് ബേസ് ഫോം വിൽ ഷാൾ ബേസ് ഫോം. അൺറിയൽ അൺലൈക്ലി ആണെന്നുണ്ടെങ്കിൽ ഇഫ് സബ്ജക്ട് പാസ്റ്റ് ടെൻസ് വുഡ് ഷുഡ് ബേസ് ഫോം, അല്ലയോ? ഇനി അടുത്തത് അൺറിയൽ ആൻഡ് എക്സ്ട്രീം പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് സബ്ജക്ട് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് വുഡ് ഹാവ് ഷുഡ് ഹാവ് PPP. ഈ ഫോർമാറ്റ്, ഈ ഒരു ഫോർമാറ്റ് ഓർത്തിരിക്കുക. പിന്നെ ബാക്കിയുള്ള സെന്റൻസുകൾ ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പം ഇനിയും എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഇഫ് ചേർന്ന് വരുന്ന സെന്റൻസിനകത്ത് ഒന്നാമത്തെ സെന്റൻസിൽ ഡൂൺ ഡെസും ആയിരിക്കും ഓക്സിലറി വെർബ് വരുന്നത്. രണ്ടാമത്തെ സെന്റൻസിനകത്ത്
ഡിഡ് ആയിരിക്കും ഓക്സിലറി വെർബ് വരുന്നത്. മൂന്നാം സെന്റൻസിനകത്ത് ഓൾറെഡി ഓക്സിലറി വെർബ് ഏതുണ്ട്? ഹാഡ് ഉണ്ട്. അതിന്റെ കൂടെ നോട്ട് ചെയ്ത് എഴുതുക. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സെന്റൻസ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ സെന്റൻസിന്റെ ഫോർമാറ്റിനനുസരിച്ച് എന്താണ് ഈഫ് ക്ലോസിന്റെ ഫോർമാറ്റ് എഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈഫ് ക്ലോസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ഇന്ററാക്റ്റീവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.